യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നിമിഷ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇന്ന് ഇത് ചർച്ചയാവാനുള്ള കാരണം നിമിഷ പ്രിയയുടെ മോചനത്തിന് വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയും അതിനെ തുടർന്നുണ്ടായ സോഷ്യൽ മീഡിയ ചർച്ചകളുമാണ്. ഇന്ത്യയിൽ ജയിലിൽ കഴിയുന്ന ഒരുപാട് നിരപരാധികളായ മുസ്ലിം തടവുകാരുണ്ട്. ഒരുപാട് മുസ്ലിങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജയിലിൽ കഴിയുന്നുണ്ട്. ഒരുപാട് മലയാളികൾ, പരപ്പനങ്ങാടിയിലെ സക്കരിയ അടക്കം ഒരുപാട് മലയാളികൾ ഇന്ത്യയുടെ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട്. അവരുടെ ജയിൽ മോചനത്തിന് വേണ്ടി ഒരു വിരലനക്കം പോലും നടക്കാത്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ ഇത്തരം ഒരു കാര്യവുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത് ഒരു PR സ്റ്റണ്ടിന്റെ ഭാഗമായിട്ടാണ്. അത് അതിമതേതരത്വം തെളിയിക്കാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ്. ഏതായാലും ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷത്തിലെ, പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിലെ ഒരുപാട് ആളുകൾ, മലയാളികളടക്കം ജയിലിൽ കഴിയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഘടനയും ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതായിട്ടോ നമ്മുടെ അറിവിലില്ല. പക്ഷേ ഇവിടെ നിമിഷ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ MA യൂസിഫ് അലി അടക്കമുള്ള ആളുകൾ ഇടപെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാരണം യമനിലാണ് ഇപ്പോൾ ഈ നിമിഷ പ്രിയ തടങ്കലിലുള്ളത്. അഥവാ അവരുടെ വധശിക്ഷ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ ഒരു വിഷയമുള്ളത്, യമനിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് യമൻ 2 പ്രവിശ്യകളായാണ് ഇന്ന് ഭരണം നടത്തുന്നുള്ളത്. ഒന്ന് ഔദ്യോഗിക സർക്കാർ സംവിധാനവും, അതായത് ലോകം അംഗീകരിക്കുന്ന സർക്കാർ സംവിധാനം. മറ്റൊന്ന് അവിടുത്തെ വിമതരെന്ന് അവകാശപ്പെടുന്ന, എന്നാൽ യമനിലെ ഭൂരിഭാഗം ജനങ്ങളുടെ അടുത്തും സ്വാധീനമുള്ള ഹൂത്തി വിഭാഗവും കൈകാര്യം ചെയ്യുന്ന മേഖലയുമാണ്. ഈ നിമിഷ പ്രിയയുടെ ജയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുന്നത് ഹൂത്തികൾക്ക് സ്വാധീനമുള്ള മേഖലയിലാണ്. അഥവാ യമനിലെ ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾക്കപ്പുറം അവിടെ സ്വാധീനമുള്ള, നിലവിൽ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൂത്തികളുമായിട്ടുള്ള മേഖലയിലാണ് നിമിഷ പ്രിയയുടെ ജയിൽ വാസം നടക്കുന്നുള്ളത്. അവിടെ തന്നെയാണ് വധശിക്ഷയും നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യയുടെ ഔദ്യോഗിക സർക്കാർ, കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം എന്നുള്ളത്, ഞങ്ങൾ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ഇതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞെന്നും ഇതിനപ്പുറം ഒരു ഇടപെടൽ സാധ്യമല്ലെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു വധശിക്ഷ റദ്ദാക്കാൻ ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തങ്ങൾ നിസ്സഹായരാണെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഔദ്യോഗികമായി സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നേരത്തെ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ ഒരു ഹൂത്തി വിമത വിഭാഗം കൈകാര്യം ചെയ്യുന്ന, യമനിലെ അൻസാറുള്ള കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയിലാണ് നിമിഷ പ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഹൂത്തികൾ വിചാരിക്കണമെന്നും ആ ഹൂത്തികളുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ നടത്താൻ നിലവിൽ ഹൂത്തികളുമായി ഏറ്റവും സമ്പർക്കം പുലർത്തുന്ന രാജ്യം, ഏറ്റവും അടുപ്പം പുലർത്തുന്ന രാജ്യം അത് ഇറാനുമാണെന്നും ആ ഇറാൻ വഴിയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടതുമെന്നാണ് അന്ന് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ പറഞ്ഞത്. അപ്പോൾ നിലവിൽ നമ്മൾക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. യമനിലെ അൻസാറുള്ള അഥവാ ഹൂത്തികളുടെ മേഖലയിലാണ് നിമിഷ പ്രിയ ജയിലിൽ കിടക്കുന്നുള്ളത്. അവർ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ്. നേരത്തെ റഹീമിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ, നിരപരാധികളായ ആളുകൾ പെട്ടുപോകുന്ന സാഹചര്യമോ അല്ല നിമിഷ പ്രിയയുടെ കാര്യത്തിലുള്ളത്. നിമിഷ പ്രിയ അവിടെ ഒരു യമനി പൗരനെ കൊലപ്പെടുത്തുകയും അവരുമായിട്ടുള്ള ഒരു പ്രശ്നവും ആ ഒരു പ്രശ്നത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ആ യമനി പൗരനെ കൊന്ന് അവരെ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ട് ആ രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള ഒരു കേസാണ്. ആ കേസിലാണ് നിമിഷ പ്രിയ ജയിലിലുള്ളതും ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളതും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ അവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ മുഖേന മനസ്സിലാക്കുകയാണെങ്കിൽ നിമിഷ പ്രിയ അവിടുത്തെ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ്. പക്ഷേ ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലക്ക് അവരുടെ മോചനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സർക്കാരിന്റെയും കേരളത്തിന്റെ സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. പക്ഷേ നിലവിലുള്ള ഒരു പ്രശ്നം, ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇറാനാണ്. ഇറാനുമായിട്ട് ഇന്ത്യയുടെ സർക്കാർ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയാലാണ് ഇതിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ്
ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ ഇതുവരെയുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഏത് രീതിയിലായിരിക്കും ഈ ഹൂത്തി വിമത വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ ഇടപെടാൻ പോകുന്നത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാവുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഹൂത്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുമായോ സംഘങ്ങളുമായോ സംഘടനകളുമായോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാൻ എന്നുള്ള രാജ്യവുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവുന്നുണ്ട്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നിമിഷ പ്രിയയുടെ മോചനം എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.